ഇന്ന് രാത്രിയിലും ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിൽ അടുത്തു വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതിൽ ഞാൻ എൻ്റെ ദൈവത്തിന് എല്ലാ മഹത്വവും കരേറ്റുന്നു. സഭയായി 7 ദിനങ്ങൾ നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യ ദിനം വൈകവേളയിലാണല്ലോ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്ന് പകൽ പ്രാർത്ഥിച്ചാരംഭിച്ച ഈ പ്രാർത്ഥന ഞായറാഴ്ച ഉച്ചയ്ക്ക് ആശീർവാദം പറയും വരെയും അത് തുടരുന്നു. വളരെ പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിലായിരിക്കാം. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ബഹുമാന്യ ദൈവമക്കൾ, ശബ്ദം ശ്രവിക്കുന്ന മാന്യ ദൈവമക്കൾ ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ വന്ദനം ചൊല്ലിക്കൊണ്ട് ഒരു വേദചിന്ത പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ലൂക്കോസിൻ്റെ സുവിശേഷം, ഗോസ്പൽ ഓഫ് ലൂക്ക്, അതിൻ്റെ 4-ാം അധ്യായം 12ഉം 13-ാമത്തെയും വാക്യം വായിച്ച് ചില ആത്മീക ചിന്തകൾ പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 4 വേഴ്സസ് 12 and 13. യേശു അവനോട് അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. അടുത്ത വാക്യം കൂടി. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്ന് അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. 2 ചിന്തകളാണ് അവിടുന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നതും എൻ്റെ പ്രാർത്ഥനയിൽ ചില ആത്മീക ചിന്തകൾ കർത്താവ് നൽകിയതും. ഞാൻ പകലും ഇതേ വാക്യം തന്നെ വായിച്ച് 1-2 ചിന്തകൾ അത്യാവശ്യം മാത്രം ഓർപ്പിച്ചു. 2 കാര്യങ്ങൾ യേശു കർത്താവ് ഉപവസിച്ച സംഭവത്തോട് ബന്ധപ്പെട്ടാണ് മത്തായി സുവിശേഷം 4-ലും ലൂക്കോസ് 4-ലും ഇതുപോലെ ഒരു ചിന്ത കാണുവാൻ ഇടയായിത്തീരുന്നത്. യേശു കർത്താവിൻ്റെ ഉപവാസം എന്ന് പറയുന്നത് മർക്കോസ് 1-ൽ കാണുന്ന ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി അതേ വാക്യം തന്നെ ലൂക്കോസ് 4-ലും കാണുന്നു. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. അപ്പോൾ സ്നാനമേറ്റതിന് ശേഷം യേശു കർത്താവ് സ്നാനമേൽക്കുന്നത് അതിൻ്റെ 3-ാം അധ്യായം ലൂക്കോസ് 3:21 ഇങ്ങനെ കാണുന്നു. ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി. 23-ാം വാക്യത്തിൽ കണ്ടു. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സ് ആയിരുന്നു. പ്രിയരെ, യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭം, യേശു കർത്താവ് ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഏകദേശം പ്രായം 30 വയസ്സെന്ന് കാണുന്നു. സ്നാനമേറ്റ ശേഷം, സ്നാനമേൽക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് യേശു കർത്താവിന്മേൽ വന്നതായിട്ട് കാണുന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. അപ്പോൾ ഒരു ശുശ്രൂഷയുടെ അത്യാവശ്യം അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ ആദ്യ പടി നമുക്ക് ആവശ്യമായിട്ടുള്ളത്
പരിശുദ്ധാത്മാവ് പ്രാപിക്കുക എന്നുള്ളതാണ്. ആത്മാവിൽ നിറയുക എന്നുള്ളതാണ്. ഒരു കാര്യത്തിന് നാം ഇറങ്ങിത്തിരിച്ചാൽ ഒരു ദൈവ പൈതലിന് പ്രാഥമികമായി മുൻപോട്ട് പോകുവാൻ നമുക്ക് വേണ്ടുന്ന കരുത്ത് അഭിഷേകം പ്രാപിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൽ നിറയുക. ഇന്ന് നാം ഇവിടെ പാടി, മനോഹരമായ പാട്ട് ഇവിടെ പാടി. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുക. യെസ്, അന്ധകാര ശക്തികൾ വിട്ടുപോകും. അഭിഷേകം പ്രാപിക്കുമ്പോൾ അന്ധകാര ശക്തിയെ ജയിപ്പാനുള്ള കൃപ തരും. മനോഹരമായ പാട്ട്. പക്ഷെ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മുടെ ബോസ് ബ്രദർ തിരക്ക. നാളെ പകൽ മുതൽ മിക്കവാറും ദിവസങ്ങളിൽ മീറ്റിംഗ് ഉണ്ട്. സ്തോത്രം. കർത്താവ് ശക്തമായി ഉപയോഗിക്കട്ടെ. എന്നാൽ നമുക്കത് വലിയൊരു നഷ്ടവുമാണ്. ഇവിടെ ഇന്ന് രാത്രി ശക്തമായ ആരാധന ഇവിടെ ഉയരുവാൻ ഇടയായി തീർന്നു. ആമേൻ. അത് വലിയൊരു അനുഗ്രഹമാണ്. ആ പാട്ടിൻ്റെ ഞാൻ ശുശ്രൂഷിക്കാൻ വരുന്ന ഭാഗം തന്നെയാണ് പാടിയത്. സ്തോത്രം. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിച്ചിടുവാൻ, അന്ധകാര ശക്തികളെ ജയിച്ചിടുക, അന്ധകാര ശക്തികളെ ജയിക്കിടുവാൻ ആ പുതിയ ബലം പ്രാപിക്കണം. യേശു കർത്താവ് ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. അതിൻ്റെ അടുത്ത തലത്തിന് വേണ്ടി ആ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. 4-ാമത്തെ അധ്യായത്തിലേക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. എല്ലാവരും എന്നോട് ചേർന്നൊന്ന് പറയാമോ? യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞു. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞ് യോർദാൻ വിട്ടു. ശുശ്രൂഷയുടെ പ്രാരംഭം, ശുശ്രൂഷയുടെ ആദ്യ ദിനങ്ങൾ. അങ്ങനെയാണെങ്കിൽ മുൻപോട്ട് പോകുവാൻ കരുത്ത് പകരുന്ന എന്താണെന്നറിയാമോ? നമ്മളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയാണ്. ഇന്ന് പകലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ആത്മാവിൻ്റെ ശക്തി നിങ്ങൾ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കുന്നതാണ് മുൻപോട്ട് പോകുവാനുള്ള ബലം നൽകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലെങ്കിൽ ആമേ നമ്മുടെ ജീവിതം സീറോയായിട്ട് മാറും. ആത്മീയ ജീവിതത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. സാത്താന്യ ശക്തികളുടെ മേൽ ജയം പ്രഖ്യാപിക്കുവാൻ കഴിയത്തില്ല. സാത്താന്യ ശക്തിയുടെ മേൽ ജയം പ്രഖ്യാപിക്കണമെങ്കിൽ ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയണം. അപ്പോൾ 4:1 കണ്ടു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വരിക. അടുത്തത് പറഞ്ഞു, ആത്മാവ് അവനെ മരുഭൂമിയിൽ നടത്തി. പിശാചവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഇനി ശ്രദ്ധിക്കുക, ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. നീണ്ട 40 രാത്രിയും 40 പകലും യേശു കർത്താവ് ഉപവാസത്തിൽ ആയിരുന്നു. യേശു ക്രിസ്തു ദൈവമാണ്. അപ്പോൾ തന്നെ ഈ ഭൂമിയിലേക്ക് മനുഷ്യവേഷമെടുത്ത് എൻ്റെയും നിങ്ങളുടെയും ശരീരഘടനയുള്ളതുപോലെ തന്നെ ശരീരത്തിൽ മനുഷ്യത്വം അല്ലെങ്കിൽ ആ മനുഷ്യ വേഷമെടുത്ത് ദൈവം ഈ ഭൂമിയിലേക്ക് വന്നു. അതുകൊണ്ട് ശരീരത്തിലുള്ള നൊമ്പരങ്ങളും ക്ഷീണങ്ങളും പ്രയാസങ്ങളും എല്ലാം കർത്താവിനുണ്ടായിരുന്നു. 40 ദിവസം ഉപവസിച്ചപ്പോൾ വിശന്നു, 40 ദിവസം ഉപവസിച്ചപ്പോൾ ക്ഷീണിച്ചു. ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, ഈ 40 ദിവസവും പിശാച് എന്ത് ചെയ്തു? പരീക്ഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഉപവസിക്കുന്ന ദൈവ പൈതലേ, കർത്താവിൻ്റെ ഒരു കരുതലുണ്ട്. പിശാച് നമ്മുടെ ഉപവാസം ബ്രേക്ക് ചെയ്യുവാനായിട്ട് ശ്രമിക്കും. ഞാനൊരു സഭയിലിരിക്കുമ്പോൾ 7-ാം തോന്നുന്നു ഉപവാസം പ്രഖ്യാപിച്ചു. യൗവനക്കാരിൽ ഒരാൾ വന്ന് പാസ്റ്ററെ 7 ദിവസം ഉപവസിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഉച്ചയായപ്പോഴേ അന്നോട് പറഞ്ഞു, ക്ഷീണിച്ചു പോയി പാസ്റ്ററെ, ഇനി എനിക്ക് പറ്റത്തില്ല.
അന്ന് ഉച്ച കൊണ്ട് ബ്രേക്ക് ചെയ്തു. ഞാൻ സ്ഥലവും പേരും ഒന്നും പറയത്തില്ല. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഉപവസിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. കർത്താവ് കാണിച്ചു തന്ന മാതൃകയാണ്. കർത്താവ് കാണിച്ചു തന്ന മാതൃകയാണ്. നാം മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ഉപവസിപ്പായിരിക്കാൻ കർത്താവ് ബലം തരും, കർത്താവ് ശക്തി തരും. ആത്മാവാണ് അതിനുള്ള കൃപ തരുന്നത്. ഞാൻ ഒടുവിൽ പറയാൻ വിട്ടുപോയാലോ എന്ന് കരുതി ഉപവസിച്ചെഴുന്നേറ്റാലുള്ള ആ പ്രയോജനം പറയാ. ആ കാര്യമായി ഇന്നത്തെ മെസ്സേജിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉപവസിച്ചാലുള്ള ഏറ്റവും അല്ലെങ്കിൽ ഉപവാസത്തിന്റെ റിസൾട്ട്. നിങ്ങൾ ലൂക്കോസ് 4:1 വായിച്ചത് ഇങ്ങനെയാണ്: ആത്മാവ് അല്ല, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. അപ്പോൾ സ്നാനമേറ്റു, യോർദാനിൽ സ്നാനമേറ്റു. യേശു കർത്താവ് യോർദാൻ വിട്ടപ്പോൾ വെറുതെ ആയില്ല, പിന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഞാനൊരു ദൂത് പറയാം. ഈ ആലയത്തിൽ നിങ്ങൾ വന്നെങ്കിൽ, 7 ദിവസം ഉപവസിക്കുന്നെങ്കിൽ, പ്രഥമദിനം രാത്രി വേളയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഒരാൾ പോലും ആത്മാവ് നിറയാതെ മടങ്ങരുത്. ഒരാൾ പോലും പരിശുദ്ധാത്മാവിൽ നിറയാതെ മടങ്ങരുത്. എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കണം, അഭിഷേകം പ്രാപിക്കണം, പരിശുദ്ധാത്മാവ് പ്രാപിക്കണമെന്നുള്ള വലിയ വാഞ്ചയോടുകൂടി വേണം ആലയത്തിലേക്ക് കടന്നു വരാം. ഒരാൾ പോലും ആത്മാവ് പ്രാപിക്കാതെ മടങ്ങരുത്. ഞാനിങ്ങനെ പറയാം, നിങ്ങൾ ഈ പ്രാർത്ഥന കഴിഞ്ഞു മടങ്ങുമ്പോൾ ആത്മാവിന്റെ ശക്തിയോടെ വേണം മടങ്ങ്, ആത്മനിറവോടെ വേണം മടങ്ങാൻ. ഞാൻ തെളിയിക്കാം. 4:1 വായിച്ചു, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി നിറഞ്ഞു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ഉദാഹരണം ഓടി വരുന്നു. ഈ റബ്ബർ തോട്ടത്തിൽ, ഇവിടെയും റബ്ബറൊക്കെ ഉണ്ടല്ലോ ഈ നാട്ടിലും, ചിരട്ട, ഇപ്പൊ ചിരട്ടയല്ല വെക്കുന്ന, വേറൊരു പ്ലാസ്റ്റിക്കിന്റെ പാത്രമാണ് ഇല്ലേ? എന്താ അതിന് പറയുന്നേ? എന്തെങ്കിലും ആട്ടെ, കപ്പെന്നോ മഗ്ഗെന്നോ റബ്ബർ പാൽ എടുക്കുവാൻ ഉപയോഗിക്കുന്നു. എന്നാൽ നല്ല മഴ വരും, കാറ്റടിക്കും, ഈ പാത്രങ്ങൾ ചിലതൊക്കെ എന്ത് ചെയ്യുന്നറിയാം? ചരിഞ്ഞും മറിഞ്ഞും കവണ്ണും എല്ലാം കിടക്കും. സ്തോത്രം. ശക്തമായ മഴ പെയ്യുമ്പോൾ ചില പാത്രങ്ങൾ എന്ത് ചെയ്യും? അത് നിറഞ്ഞിരിക്കും. ചില പാത്രങ്ങൾ പകുതിയായിട്ടിരിക്കും. ചില പാത്രങ്ങളിൽ ഒന്നും വെള്ളം കാണത്തില്ല. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഒരു ശകലം പോലും വെള്ളം ചില പാത്രങ്ങളിൽ കാണത്തില്ല. ചില പാത്രങ്ങളിലോ അത് തുളുമ്പി ഒരു തുള്ളി മഴ പെയ്താൽ അത് കവിയുന്നത് പോലെ ഇരിക്കും. കാരണം എന്താ? പറ, അതിന്റെ കാരണം എന്താ? ചിലർ പറഞ്ഞു പാത്രം നേരെയല്ലായിരുന്നു. ഞാൻ യോജിക്കുന്നു. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം, അപ്പം പെട്ടെന്ന് പിടികിട്ടും. ഈ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കുന്നവരല്ലേ നമ്മൾ ഓരോരുത്തരും. ഇപ്പോൾ കുറവാണ്, കാരണം മൊബൈൽ ഞെക്കിയാൽ ഉടനെ ഏത് സൈസ് വേണമെങ്കിലും കിട്ടും. എന്നാലും നമ്മുടെ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് എടുക്കണമെങ്കിൽ എന്ത് വേണം? സ്റ്റുഡിയോയിലൊക്കെ പോയി എടുക്കണം. നമ്മൾ പോകാറുണ്ട്. നമ്മൾ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തെന്നിരിക്കട്ടെ, ഫോട്ടോഗ്രാഫർ പറയും ഇങ്ങോട്ട് ശരി, താടി മേളിലോട്ട് പോയി, അങ്ങോട്ട് പോയി, ഒരൊറ്റ ക്ലിക്ക്, നമ്മൾ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കും. സ്തോത്രം. കുഴപ്പം ആരുടെയാ? സ്തോത്രം. മനസ്സിലായെന്ന് കരുതുന്നു. സ്തോത്രം. ഫോട്ടോഗ്രാഫറുടെ കുഴപ്പമല്ല, ചിരട്ടയ്ക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ റബ്ബർ തോട്ടത്തിൽ വെച്ച പാത്രത്തിന് ലീക്കൊന്നുമില്ല, പിന്നെ ഇരിപ്പിന്റെ കുഴപ്പമാണ്. എത്ര പേർക്ക് മനസ്സിലായി? ഫോട്ടോ എടുത്തയാളുടെ കുഴപ്പമല്ല. ഫോട്ടോ എടുത്തപ്പം കണ്ണടച്ചു പോയതാണോ? അയാൾ എക്സ്പെർട്ട് ഫോട്ടോഗ്രാഫറാണ്, 1-ാം തരം ഫോട്ടോഗ്രാഫറാണ്. പക്ഷേ ഫോട്ടോ എടുത്തപ്പോൾ നമ്മുടെ കണ്ണെങ്ങനെ ഇരിക്കുന്നേ? നമ്മൾ തെക്കോട്ട് നോക്കി ഇരിക്കാനുള്ള കാരണം നമ്മുടെ ഇരിപ്പിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനം എഴുതിയപ്പോൾ 3-ാം അധ്യായത്തിൽ പൗലോസ് ഒരു വാക്ക് കൊടുത്ത് 3:10 എൻ്റെ ഓർമ്മ ഇങ്ങനെയാ പറഞ്ഞ, അവനിൽ
ഇരിക്കേണ്ടതിനും in him അവനിൽ ഇരിക്കണ in him അവനിൽ ഇരിക്കണ അവനിൽ ഇരിക്കേണ്ടതിനും അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ച് അറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ കർത്താവിന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറയിൽ നിന്നു. ഞാനൊരു ചിന്ത പറയുകയാണ്. നിറയാത്തതിന്റെ കുഴപ്പം എന്താണെന്നറിയാമോ? ഇരിപ്പിന്റെ കുഴപ്പമാണ്. എത്ര പേര് മനസ്സിലാക്കി? ഇന്ന് രാത്രി നിറഞ്ഞു പോണ്. ഇരിപ്പെല്ലാം ഒന്ന് റെഡിയാക്കണം. എല്ലാവിധമാകുന്ന ഭാരങ്ങളും ഹൃദയത്തിൽ നിന്ന് മാറ്റി പരിശുദ്ധാത്മാവ് പ്രാപിക്കണമെന്നുള്ള ഒറ്റ ചിന്തയകത്തുണ്ടാകാവുള്ളൂ. ആത്മാവിനാൽ നിറയണമേ എന്നുള്ള ആ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടാകാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇരിപ്പ് നേരെയാക്കിയ ഫോട്ടോ ശരിയാകും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇരിപ്പ് നേരെയായാൽ തോട്ടത്തിലിരിക്കുന്ന റബ്ബർ തോട്ടത്തിലിരിക്കുന്ന ചിരട്ടയ്ക്കകത്ത് നിറച്ചെന്ത് ചെയ്യും? അതെ, മഴ പെയ്യുമ്പോൾ വെള്ളം കിടക്കും. അവര് പാലെടുക്കുമ്പോൾ നിശ്ചയമായിട്ടും അത് നിറയും. അപ്പോൾ ഇരിപ്പ് ശരിയായാൽ നിറയും. യേശു ആത്മാവിൽ നിറഞ്ഞു. ഇനിയും 40 ദിവസം ഉപവസിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഉപവസിച്ചതിന്റെ റിസൾട്ട് രേഖപ്പെടുത്തിയത് 14-ാമത്തെ വാക്യം. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക്. നിങ്ങൾ ഒരു നിമിഷം ശ്രദ്ധിക്കണം. 4:1 എന്താ വായിച്ചേ? യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഓ ഹല്ലേലൂയ. അകത്ത് നിറഞ്ഞാൽ എന്ത് ചെയ്യും? തുളുമ്പും, അല്ലേ? നിറഞ്ഞാൽ തുളുമ്പും. 14-ാം വാക്യത്തിൽ 4-ൽ വായിച്ച നിറഞ്ഞെന്നല്ല, പിന്നെ ആ നിറവെന്തായി? ശക്തിയോടെ. ഓ ശബനദലദല. ആ നിറവ് ശക്തിയായിട്ട് മാറി. പിന്നെ പിടിച്ചാ നിൽക്കത്തില്ല. പിന്നെ ആമേൻ, കൈ ചൂണ്ടിയാൽ ഭൂതം അവിടെ വീഴും. വിരൽ ചൂണ്ടിയാൽ ഭൂതം അവിടെ നിൽക്കും. യേശു കർത്താവിന്റെ നാമത്തിൽ. അരാ മഹത്തുരാ ദിവാരകൽ കമനഘടക ശംധര റേബാന്തൽ പ്രൗഢേരി ബലക്കം വൈദോരം അന്തരേ വൈഡവ ശംധലേ. യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ, ആത്മാവിന്റെ നിറവല്ല ഇന്ന് രാത്രിയിൽ ഉപവസിക്കുന്ന ദൈവജനത്തിന്, അതിനപ്പുറത്ത് ആത്മാവിന്റെ ശക്തിയുടെ പ്രാപിക്കണം. ഇതുവരെ നിറവ പ്രാപിച്ചിരുന്നത്. ഇന്ന് രാത്രി ശക്തി പ്രാപിപ്പാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ആ ശക്തി പ്രാപിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ആ ശക്തി പ്രാപിക്കുമ്പോൾ ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. ഞാൻ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഓ റബശംദല, പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നതായതുകൊണ്ട് ആമേ സ്ഥലമൊന്നും കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ, ദുരാത്മാവ് ബാധിച്ചിരിക്കുന്നു. അന്ന് ഭാര്യാവരം യോനാച്ചാനൊക്കെ ശക്തിയോടെ ശുശ്രൂഷിക്കുന്ന കാലഘട്ടമാണ്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഞാനൊക്കെ കണ്ടിട്ടില്ലേ? അവൻ ഒരുപക്ഷെ ഈ ദേശത്തുമൊക്കെ ശക്തിയോടെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടാകാം. ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ, വളരെ ഉപദ്രവകാരി, വളരെ പ്രശ്നം. ഒരിക്കൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഭാര്യാവരെ യോനാച്ചാനോട് പറഞ്ഞു. അവര് പുറപ്പെട്ടു. ഒരു തരത്തിൽ പോകാത്തൊരു ഭൂതമാ. അവര് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഭാര്യാപുരം എന്ന് പറയുന്ന പത്തനംതിട്ട ജില്ലയിലാണ്. കോഴഞ്ചേരി കഴിഞ്ഞ് പത്തനംതിട്ടയ്ക്ക് മുൻപുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് അവർ തിരുവനന്തപുരത്തോടോ മറ്റോ പുറപ്പെട്ടു. ഞാൻ ചുരുക്കി പറയാം, അവർ വീട്ടിൽ ചെന്നു. ഈ ഭൂതം ബാധിച്ച ഉപദ്രവകാരിയ മനുഷ്യൻ ശാന്തനായിട്ടിരിക്കുന്നു. ഭൂതബാധ ഇല്ല, ഭൂതം വിട്ടുമാറിയിരിക്കുന്നു. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇതെപ്പോഴാ പോയെന്ന് ചോദിച്ചപ്പോൾ
ആ മനുഷ്യൻ പറയുകയാണ്, ഇങ്ങോട്ട് പറഞ്ഞതാ, നിങ്ങൾ കൊട്ടാരക്കരയായപ്പം, യാത്ര തിരിച്ച് കൊട്ടാരക്കരയായപ്പം ഭൂതം വിട്ടുമാറിയെന്ന്. 50-60 കിലോമീറ്റർ അപ്പുറത്ത് ഭൂതം വിട്ടുമാറി. ഇങ്ങനെ അഭിഷക്തന്മാർ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അഭിഷക്തന്മാർ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ദൈവവചനം വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവല്ല, അതിനപ്പുറത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ നിങ്ങൾ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് ഇന്ന് പകൽ ജനം ഏറ്റെടുക്കുകയാണെങ്കിൽ, ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇവിടെ ദൈവവചനം ഞാൻ പറയുമ്പോൾ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. അത് വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന മകൾ ഈ സന്ദേഹങ്ങൾ അനുഭവിപ്പാൻ ഇടയായിത്തീരണം. പരിശുദ്ധാത്മാവിന്റെ നിറവ് മാത്രമല്ല, അത് ശക്തിയായി മാറണം. രക്തം ചെയ്യാൻ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു. നിറവ് അത് റബ്ബർ പാൽ എടുക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം. പാത്രത്തിൽ നിറഞ്ഞു നിൽക്കും, അത് തുളുമ്പിപ്പോകും, അതവർ ട്രേയിലേക്ക് പകർത്തും, മറ്റു പാത്രങ്ങളിലേക്ക് പകർത്തും. എന്നാൽ അതിനകത്തൊഴിക്കുന്ന ആസിഡ് ഒന്ന് ഒഴിച്ചാലോ എന്ത് സംഭവിക്കും? അത് പിന്നെ തൂകിപ്പോകത്തില്ല, അത് കട്ടയായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് അതിന് രൂപമാറ്റം വരും, അത് തൂകിപ്പോകത്തില്ല, അത് കട്ടിയായിട്ട് മാറും. ഇതുപോലെ ആത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ, ആത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ, ആമേൻ, അവസ്ഥകൾക്ക് മാറ്റം വരും. നാളിതുപോലെ അല്ലെയുള്ള അനുഭവം അല്ല. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, യേശു കർത്താവ് ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്, ആത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങിയെന്ന് പറഞ്ഞെങ്കിൽ, അവൻ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന 14-ാം വാക്യത്തിൽ ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. ഞാൻ ഇങ്ങനെ ചേർത്ത് പറയാം, അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ആത്മാവിൻ്റെ നിറവോടെ ഗലീലയിൽ ചെല്ലാൻ ഒക്കത്തില്ല. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഗലീലയിൽ ചെല്ലണമെങ്കിൽ ആത്മാവിൻ്റെ ശക്തിയാണ് ആവശ്യം. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയാം, ഈ ശക്തിയോടെ മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. ഞാൻ തീർത്ത് പറയുക, ഈ ശക്തിയോട് ഇവിടെ പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. ഇപ്പോൾ നിങ്ങളിലുള്ള ഈ കൃപ പോരാ, ഈ ശക്തി പോരാ. പിടിച്ചു നിൽക്കണമെങ്കിൽ, വരുന്ന നാളുകളിൽ ആത്മീയമായി മുന്നേറണമെങ്കിൽ ആത്മശക്തി ഏറ്റെടുക്കണം. കൃപകളാൽ നിറയണം, കൃപാവരങ്ങളാൽ നിറയണം. ആത്മാവിൻ്റെ ശക്തി നിങ്ങൾ ഏറ്റെടുക്കണം. ഇന്ന് രാത്രി വന്ന് ഏറ്റെടുക്കാമോ? ഈ കൃപ പോരാ, ഈ ബലം പോരാ, ഈ ശക്തി പോരാ കർത്താവേ. ഈ ഉപവാസത്തെ അസാധാരണമായ വീര്യപ്രവർത്തികൾ ചെയ്യത്തക്കതുപോലെ കൃപ പകരണം. രക്തത്താൽ ചെയ്യും. യേശു കർത്താവിൻ്റെ ഉപവാസത്തിൻ്റെ മാതൃക പറയാനാ ഞാൻ എഴുന്നേറ്റ് നിന്ന. പക്ഷെ പരിശുദ്ധാത്മാവ് അങ്ങനല്ല എന്നെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. ആമേ, യേശു കർത്താവ് ഉപവസിച്ച് എന്തുകൊണ്ട് അവൻ ഗലീലയിലേക്ക് പോയപ്പോൾ ആത്മ നിറവല്ല, ആത്മാവിൻ്റെ ശക്തിയോട് ഗലീലയിലേക്ക് മടങ്ങിയെന്നറിയാമോ? അത് പറയാൻ ഇന്ന് രാത്രിയിൽ ഇരുന്നു, അല്ലെങ്കിലും ആത്മാവ് അങ്ങനെ നിർബന്ധിക്കുന്നു. യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിൽ ഇപ്പോൾ വായിച്ച വാക്യത്തിൻ്റെ പൊരുള്, യേശു കർത്താവ് ജനിക്കുന്നതിന് 700ഓളം വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞതാണ്. യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ: കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ടവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി ജോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? കഷ്ടതയിലിരുന്ന ദേശം, കഷ്ടതയിലിരുന്ന ദേശം, തിമിരമുള്ള ദേശം, ഇരുട്ടുള്ള ദേശം, അന്ധകാരം നിറഞ്ഞ ദേശം, പൈശാചിക ശക്തികൾ നിറഞ്ഞ ദേശം, ആ ദേശമാ ഗലീല, ആ ദേശമാ ഇരുട്ടിന്റെ ദേശം, ആ ദേശമാണ് തിമിരം നിറഞ്ഞ ദേശം.
രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അതിൻ്റെ വിശദീകരണമുണ്ട്, അതിലേക്ക് ഞാൻ വരുന്നില്ല. ആത്മശക്തിയെക്കുറിച്ച് ചില കാര്യങ്ങളോട് ഓർപ്പിക്കണം. ഈ ദേശം ഹീരാം രാജാവിന് ആലയത്തിന്റെ പണികൾക്ക് വേണ്ടി വേണ്ടുന്ന മരങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹീരാം രാജാവിന് സമ്മാനമായി ചില സ്ഥലമൊക്കെ ശലോമോൻ രാജാവ് കൊടുത്തതായിട്ട് കാണുന്നു. കൊടുത്തപ്പോൾ ഹീരാം രാജാവ് നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്തോത്തിന് കൊള്ള, ഈ സ്ഥലം ഇരുട്ട് നിറഞ്ഞ ദേശം, ഇത് കാബൂളാണ്, ഇത് ഇരുട്ട് നിറഞ്ഞതാണ്, ഇത് ഇരുളിന്റെ ദേശമാണ്, ഈ ദേശം ഒന്നിനും കൊള്ളത്തില്ല. അത് ജാതികളുടെ മണ്ഡലം, പൈശാചിക ശക്തികൾ തിങ്ങി നിറഞ്ഞ മണ്ഡലം, ഭൂതഗ്രസ്തന്മാർ നിറഞ്ഞ മണ്ഡലം, ഇരുട്ടിന്റെ ദേശം. അവിടേക്ക് പോകണമെങ്കിൽ ആത്മാവിന്റെ നിറവോടല്ല പോകേണ്ടത്, ആത്മാവിന്റെ ശക്തിയോടെ മടങ്ങണം. ആത്മാവിന്റെ ശക്തിയോടെ മടങ്ങണം, ആത്മാവിന്റെ അഭിഷേകത്തോടെ മടങ്ങണം. അവിടെയാ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നും തിമിരം നിൽക്കുകയാണോ? വായിച്ചത് ഇങ്ങനല്ലേ? ആ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് കാണിക്കാമോ? കഷ്ടതയിലിരുന്ന ദേശത്തിന്, എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. ഇത് തന്നെയല്ലേ നാം വായിച്ചത്? ഇത് തന്നെയാണ് യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്ന് വന്നുള്ള ഭാഗത്ത് നാം വായിപ്പാനായിട്ടിടയായി തീർന്നത്. മത്തായി സുവിശേഷത്തിൽ അല്പം കൂടെ ഗൗരവമായിട്ടത് കൊടുത്തിട്ടുണ്ട്. അതെ, പണ്ടവൻ നഫ്താലി ദേശത്തിന്, സെബുലൂൻ ദേശത്തിന് ഹീനത വരുത്തി. എന്നാൽ യേശു എവിടെ വന്നു? അവൻ കടൽ വഴിയായി യോർദാനക്കരെ അവിടെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തുവെന്ന് പ്രവാചകൻ പ്രവചിച്ചെങ്കിൽ ആ ദേശത്ത് വരുമ്പോൾ ആത്മാവിന്റെ ശക്തിയോടെ വരണം. എങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ആത്മനിയോഗത്താൽ ആത്മാവിനെ അങ്ങനെ നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, ആത്മാവിന്റെ ശക്തിയോടെ വേണം നിങ്ങൾ എഴുന്നേൽക്കുവാൻ. ഈ ദേശത്ത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, നിങ്ങളായിരിക്കുന്ന മേഖലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ സാധാരണ ശക്തി പോരാ, സാധാരണ ബലം പോരാ, സാധാരണമായുള്ള ഒരാത്മനിറവ് പോരാ. ഒരു ചെറിയ അന്യഭാഷയും പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ പറ്റുകയില്ല. പിന്നെയോ ആത്മാവിന്റെ നിറവിനപ്പുറത്തുള്ള ആത്മാവിന്റെ ശക്തി, ആ ശക്തി, ഡൈനാമിക്സ് പവർ, അത് പ്രാപിച്ചെങ്കിൽ മാത്രമേ പിടിച്ചു നിൽപ്പാൻ കഴിയത്തുള്ളൂ. ഈ രാത്രിയിലോ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്ക്. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തരും. ആത്മശക്തി വ്യക്തിപരമായി, ആത്മശക്തി കുടുംബമായി അനുഭവിപ്പാൻ ഇടയായി തീരണം. ഇന്ന് രാത്രിയിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അതിന് ഉപവാസം അനിവാര്യമാണ്. അപ്പോൾ ആത്മാവിൽ നിറഞ്ഞ യേശു ആത്മശക്തിയോട് ഇരുട്ടിൻ്റെ ദേശമാകുന്ന ഗലീലയ്ക്ക് ചെന്നത് എപ്പോഴാ? 40 ദിവസം ഉപവസിച്ചപ്പോൾ. ഈ കാലഘട്ടത്തിൽ ഉപവസിക്കാൻ ആളിനെ കിട്ടാറില്ല. മുൻപൊക്കെ ഉപവാസം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പലയിടത്ത് പോയി ഉപവസിച്ചിട്ടുണ്ട്, ഒരുമിച്ച് കൂടി ഉപവസിച്ചിട്ടുണ്ട്, ഒരുമിച്ച് കൂടി. സ്തോത്രം. പല സ്ഥലങ്ങളിലിരുന്ന് ഉപവാസം എന്ന് പറഞ്ഞാൽ ആളുകൾ ഒരുമിച്ച് കൂടും. ആലയത്തിൽ തന്നെ പാർത്തും. അന്ന് പിന്നെ വലിയ ആലയമൊന്നുമല്ല, ഇതുപോലെ AC ഹാളൊന്നുമല്ല, പിന്നെ കുടിലുകളോ അതെ ഏതെങ്കിലും ചെറിയ സ്ഥലമൊക്കെയാ അവിടെ താമസിച്ചായിരുന്നു ഉപവസിച്ചിരുന്നത്. ഇന്ന് ഉപവാസത്തിനൊന്നും ആളിനെ കിട്ടാറില്ല. പക്ഷേ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാ. യെശയ്യാ പ്രവാചകൻ അതും മുന്നമേ വിളിച്ചു പറഞ്ഞു. യെശയ്യാ 22:12 വായിക്കുമ്പോൾ യെശയ്യാ 22 അതെ 12-13 വാക്യങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്.
Isaiah chapter 22 verse 12 and 13. അന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കരച്ചിലിനും വിലാപത്തിനും മൊട്ടയടിക്കുന്നതിനും രട്ടുടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും കാളയറുക്കുക, ആടറുക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്കുക, നാം തിന്നുക, കുടിക്കുക, നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെയായിരുന്നു. വിളിച്ചത് എന്തിനാ? മൊട്ടയടിക്കുന്നതിന്, വിലപിക്കുന്നതിന്, രട്ടുടുക്കുന്നതിന്. ഇത് ഉപവാസത്തെ കാണിക്കുന്ന, പ്രാർത്ഥനയെ കാണിക്കുന്നതാണ്. ആമേ. രട്ടുടുക്കുന്നതിനും കരച്ചിലിനും വിലാപത്തിനും വിളിച്ചപ്പം പറയുകയാണ്, ഓ കാളയെ തിന്നുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്കുക, തിന്നുക, കുടിക്കുക, നാളെ അങ്ങ് ചാകുമല്ലോ. വാസ്തവത്തിൽ 2025 ഡിസംബർ 1 ഈ വചനം അച്ചട്ടല്ലേ? എനിക്ക് വലിയ ആശങ്കയുണ്ട് കേട്ടോ. എൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ വെള്ളം മാത്രം കുടിച്ച് 21 ദിവസം പൂർണ്ണമായിട്ടിരുന്നിട്ടുണ്ട്. 21 ദിവസങ്ങളിൽ ഒരു പക്ഷേ ഇനിയും നമ്മുടെ പിതാക്കന്മാർ ദൈവമൊക്കെ 40 ദിവസം ഉപവസിച്ചിട്ടുണ്ട്, അങ്ങനെ വെള്ളം മാത്രം കുടിച്ച്. പക്ഷേ ഈ തലമുറ, ഇപ്പോഴത്തെ ഈ ഒരു 15 വയസ്സുകാർ, 20 വയസ്സ്, ഇവർ ഒരു നേരം ഉപവസിക്കുമെന്നുള്ള ആശങ്ക എനിക്കുണ്ട്. ദൈവസന്നിധിയിൽ ഇരിക്കുമോ എന്ന്. കാരണം കാഴ്ചപ്പാടുകൾ മാറി. ഈ വചനം അവരേറ്റെടുക്കും. മൊട്ടയടിക്കുവാൻ, വിലപിക്കുവാൻ, രട്ടുടുക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കാൻ പറയുമ്പോൾ അതിന് സമയമില്ല. പിന്നെ ഉപവാസം ഉള്ളപ്പോഴും പറയും നമുക്ക് പോയി തിന്നുക, ഇറച്ചി തിന്നുക, കാളയറുക്കുക, കുടിക്കുക. ആമേ. നമുക്ക് പോയി മന്തി കഴിക്കാനോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകാനോ ഉപവാസത്തിന് വിളിച്ചാലും പറയും, ഓ ഇന്നിതൊന്നും. പിതാക്കന്മാരെ ഒരു കാലത്ത് ഉപവസിച്ചതിൻ്റെ നന്മയെ ഇന്ന് അനുഭവിക്കുന്നത് അല്ലെന്ന് എത്ര പേരിലും പറയുമോ? മാതാക്കളെ, അതല്ലേ ഇന്ന് അനുഭവിക്കുന്ന നന്മ. ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തിൽ വിളിച്ചു പറയട്ടെ, ഉപവാസം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഉപവാസവും പ്രാർത്ഥനയും കുറഞ്ഞു പോകുന്നതാണ് പൈശാചികൻ വീടുകളിൽ കയറി നിരങ്ങുന്നത്. ഉപവാസവും പ്രാർത്ഥനയും ഇല്ലാതെ പോകുന്നതാണ് ഞാനും നിങ്ങളും രോഗികളായി, ക്ഷീണിതരായി തളർന്നു പോകാൻ മുഖ്യ കാരണം. എല്ലാ രോഗവും രോഗമല്ല, എല്ലാ പ്രശ്നങ്ങളും പ്രശ്നമല്ല, എല്ലാ തലവേദനയും തലവേദനയല്ല, എല്ലാ കാലുവേദനയും അസ്ഥികളുടെ വേദനയും ശരീരവേദനയും അല്ല, പിശാചി കയറി നിരങ്ങുന്നതാണ്. എല്ലാ കുടുംബ പ്രശ്നങ്ങളും കുടുംബ തകർച്ചകളും അതൊക്കെ രോഗമല്ല, ചിലതൊക്കെ പൈശാചികൻ കയറി ഇറങ്ങുന്നതാണ്. ഇതിനെ ജയിക്കണമെങ്കിൽ മൊട്ടയടിക്കുന്നതിനോ വിലപിക്കുന്നതിനോ രട്ടുടിക്കുന്നതിനോ വിളിക്കുമ്പോൾ സഭയെ ഒന്ന് ഉപവസിക്കണം, സഭയെ ഒന്ന് പ്രാർത്ഥിക്കണം, ഉപവാസത്തിലേക്ക് മടങ്ങി വരണം, പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ഓ ജീസസ്, എത്ര പേര് യോജിക്കുന്നുണ്ട്? അതിനൊരു തീരുമാനമെടുക്കണം. ഉപവസിക്കും, പ്രാർത്ഥിക്കും. ഉപവാസം ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. യേശു കർത്താവ് ഉപവസിച്ചു, യോർദാൻ വിട്ടു, 40 ഉപവസിച്ചു. നിങ്ങൾക്കറിയാമോ, ഞാൻ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, 2 കാര്യം വായിപ്പിച്ചിരുന്നു ഉപവാസത്തിന്റെ റിസൾട്ട്. എന്നാൽ ഉപവസിച്ചപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്നു. 3 വിധ പരീക്ഷ അനുഭവിച്ചു. 3 വിധ പരീക്ഷ. സ്തോത്രം. ഏതൊക്കെയാണെന്നറിയാമോ? 3 വിധ പരീക്ഷ. 1 ശാരീരിക പരീക്ഷ, 2 ആത്മീയമായ പരീക്ഷ, 3 മാനസികമായ പരീക്ഷ. ഇതിനെ 3നെയും കർത്താവ് ജയിച്ചു. ശ്രദ്ധിക്കുക, ഇത് പറഞ്ഞ ഈ സന്ദേശം അവസാനിപ്പിക്കാൻ കഴിയത്തുള്ളൂ. എന്തുകൊണ്ട്? യേശു കർത്താവ് ആത്മാവിൻ്റെ ശക്തിയോടെ മടങ്ങി ഉപവസിച്ച്. പരീക്ഷകൻ തകർക്കാൻ വന്നു, പിശാച് തകർക്കാൻ വന്നു. പിശാച് വരാഞ്ഞിട്ടല്ല, പിന്നെ പരീക്ഷയെ ജയിച്ചു.
ഈ ദിവസങ്ങളിൽ ജയിക്കുന്നവരാകണം. തോറ്റുപോകരുത്. പരീക്ഷകളിൽ ജയിക്കണം. പിശാച് കൊണ്ടുവരുന്ന പരീക്ഷകളിൽ ജയിക്കണം. 3 വിധ പരീക്ഷ. ഒന്ന്, ശാരീരിക പരീക്ഷയെ കൊണ്ടുവന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ തൊട്ട് പറയാം. നാം വായിച്ച ഭാഗത്ത് കാണുന്നുണ്ട്, 3-ാമത്തെ വാക്യങ്ങളിൽ, ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. അതാ ശാരീരിക പരീക്ഷ. സ്തോത്രം. ശാരീരികമായി ക്ഷീണിപ്പിക്കും. വിശപ്പും പ്രശ്നങ്ങളും കൊണ്ടുവന്ന് പരീക്ഷിപ്പിക്കുന്ന അനുഭവങ്ങൾ. പക്ഷെ യേശു കർത്താവ് അതിനെ ജയിച്ചു. കർത്താവ് അതിനെ ജയിച്ചു. കർത്താവ് എങ്ങനെ ജയിച്ചതെന്നറിയാമോ? എങ്ങനെ ജയിച്ചെന്നറിയാമോ? ഞാൻ ഉപവാസത്തിൻ്റെ ആവശ്യകത പറയാനിരുന്നെങ്കിലും ഇന്നിനി സമയം അനുവദിക്കുന്നില്ല. പിന്നീടായിക്കോട്ടെ. എന്നാൽ ഒറ്റ പദം പറയാം. ഡ്യൂട്രോണമി ചാപ്റ്റർ 8, ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ ഒരു വാക്യം കൊടുത്തിട്ടുണ്ട്. പരീക്ഷ വരുമോ? പട്ടണത്തെക്കുറിച്ചുള്ള പരീക്ഷ എന്തിനാ തരുന്നതെന്ന്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിനും നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത. ഞാനൊരു ചിന്ത അവിടുന്ന് കൈമാറാം. എന്തിനാ ചിലപ്പോഴൊക്കെ ചില ശാരീരിക പരീക്ഷ വരുന്നതെന്നറിയാമോ? അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ? പറ എന്തിനാണെന്നറിയാമോ? എല്ലാവരും ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ആരും അശ്രദ്ധരായിട്ടിരിക്കരുത്. എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ശാരീരിക പരീക്ഷ വരുന്നതെന്നറിയാമോ? ചില വിശപ്പും ചില നൊമ്പരവും പ്രശ്നമൊക്കെ വരുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, പിന്നെ യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്നുവെന്ന് നിന്നെ ഗ്രഹിപ്പിക്കാൻ. അപ്പൊ ചിലപ്പം ചില താഴ്ച വരുന്ന എന്തിനാണെന്നറിയാമോ? ഓ ജീസസ്. ചില ശോധന വരുന്ന എന്തിനാണെന്നറിയാം? ദൈവവചനം കൊണ്ട് ജീവിക്കേണ്ടതിന്. ഇന്ന് പകൽ ഈ ദൈവവചനം കൊണ്ട്, ഈ സന്ധ്യാമത്തിങ്കൽ ദൈവവചനം കൊണ്ട് ജയമേറ്റെടുത്തോണം. പിശാചിനെ ജയിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം കൂടാ ദൈവവചനം. യേശു കർത്താവ് മറുപടി കൊടുത്തത് അങ്ങനെ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, പിന്നെ എൻ്റെ ദൈവത്തിൻ്റെ വായിൽ നിന്നുള്ള വചനം കൊണ്ട്. 2-ാമത്തെ പരീക്ഷയായിരുന്നു ആത്മീക പരീക്ഷ. ഒന്ന് ജഡമോഹമായിരുന്നെങ്കിൽ ജഡത്തിൻ്റെ മോഹം, അതിനെ ജയിക്കണം. അതൊരു വലിയ വിഷയമാണ് ജഡമോഹം, വിശദമാക്കുന്നില്ല. 2-ാമത്തെ പരീക്ഷയായിരുന്നു അത് ജീവനത്തിൻ്റെ പ്രതാപമാകുന്ന ആത്മീയ പരീക്ഷ. അതതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നു. 7-ാമത്തിൽ 9-ാമത്തെ വാക്യത്തിൽ, നീ ദൈവപുത്രനെങ്കിൽ ചാടുക. അത് ഈ ലോകം മുഴുവൻ കാണിച്ചു തന്ന് ലോകം കയ്യിൽ തരാമെന്ന് പറഞ്ഞ പരീക്ഷയായിരുന്നു. ചാടിയാൽ എന്ത് ചെയ്തു തരാം? ഈ കാണുന്നതൊക്കെ നിന്റേതായിത്തീരും. പക്ഷെ അതിനെ ജയിപ്പാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. 3-ാമത്തെ പരീക്ഷയായിരുന്നു 7-ാമത്തെ വാക്യത്തിൽ, നീ എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിന്റേതാകും. അത് മാനസിക പരീക്ഷയെ കാണിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല, ആരെ നമസ്കരിക്കണം. പക്ഷെ യേശു കർത്താവ് പിശാചിനെ വചനത്താൽ ജയിപ്പാൻ ഇടയായി തീർന്നു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ് ജയിച്ചു. ഇതാ നാം വായിച്ച വാക്യത്തിൽ കണ്ടത്. ഇങ്ങനെ പരീക്ഷ തീർന്ന ശേഷം, ഇങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ, ഒന്ന് ശ്രദ്ധിച്ചേ, എല്ലാ കാലത്തും പിശാച് പരീക്ഷിച്ചുകൊണ്ടിരിക്കത്തില്ല. ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ പോവുകയാണ്. എല്ലാ കാലത്തും പിശാച് പരീക്ഷിച്ചുകൊണ്ടിരിക്കത്തില്ല. യെസ്, വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒരു ബ്രാക്കറ്റ് പീരീഡ് കർത്താവ് കൽപ്പിക്കും. ഒരു ബ്രാക്കറ്റ് പീരീഡ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നാം
വചനത്താൽ ജയിക്കാൻ തയ്യാറായാൽ സ്വർഗം ഇറങ്ങി വരൂ, പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ തരും. There is no compromise. കോംപ്രമൈസ് ഇല്ല. കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായാൽ പിശാച് വിട്ടുപോകത്തില്ല. ശരീര പരീക്ഷയും കൊണ്ട് വന്നു, അതെ, മാനസിക പരീക്ഷയും കൊണ്ട് വന്നു, ജഡത്തിന്റെ പരീക്ഷകൾ കൊണ്ട് വന്നു, ആത്മീക പരീക്ഷ കൊണ്ട് വന്നു. നോ, യേശു ജയിച്ചു. രക്ഷയില്ലെന്ന് മനസ്സിലായി. ഇന്ന് പകൽ പിശാചിന് രക്ഷയില്ലെന്ന് മനസ്സിലാക്കി തിരിച്ചു പോകുന്ന രാത്രിയാകണം. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ മീറ്റിംഗ് അങ്ങനെയായി മാറണം. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇനിയും രക്ഷയില്ല, എന്റെ കൊച്ചനെ ജയിക്കാൻ ഒക്കത്തില്ല, ജയിക്കാൻ പറ്റത്തില്ല. ഈ രാത്രിയിൽ പിശാച് തിരിച്ചു പോകുന്ന രാത്രിയാകണം. അതല്ലേ വായിച്ചത്? എന്താ വായിച്ചത്? പിശാച് സകല പരീക്ഷയും, നമ്മുടെ മലയാളം ഭാഷയിൽ പറഞ്ഞാൽ പുത്തൂരും അങ്ങനെ പറയുമെന്ന് തോന്നുന്നു, 18 ഇല്ലേ? എന്താ 18 അടവും പയറ്റി എന്ന് പറയാറുണ്ട്. പൊതു ഇവിടെയും പറയുമല്ലോ. പിശാച് സകല പരീക്ഷയും, തികച്ചു സകല പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇനിയും രക്ഷയില്ലെന്ന് മനസ്സിലാക്കി വിട്ടുപോയി. അത് ഉപവാസത്തിന്റെ ജയമാണ്. പിശാച് വിട്ടുപോയി. 2 റിസൾട്ട് പറഞ്ഞ് ഞാൻ എന്റെ ചിന്ത അവസാനിപ്പിക്കുന്നു. 1, ആത്മശക്തി പ്രാപിച്ചോ. 2, പൈശാചിക ശക്തികൾ അടുക്കാതെ വണ്ണ് മാറിപ്പോയി. പിശാചിന്റെ പരീക്ഷകൾക്ക് അത് ജയിക്കാൻ കഴിഞ്ഞില്ല. ഉപവാസം മുഖാന്തരം അത് ജയിച്ചു. അങ്ങനാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജയിക്കണം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് യഥാസ്ഥാനങ്ങളിൽ ബൈബിളൊക്കെ താഴെ വെച്ച് ഈ രാത്രിയിൽ ഒരു ജയത്തിന്റെ രാത്രിയാകണം. ഈ രാത്രി അത്ഭുതത്തിന്റെ രാത്രിയാകണം. ഈ രാത്രി അതിശയത്തിന്റെ രാത്രിയാകണം. ഈ രാത്രി ജയത്തിന്റെ രാത്രിയാകണം. പിശാചിന്റെ തന്ത്രങ്ങളെ തകർക്കുന്ന ഒരു രാത്രിയാകണം. ഓ, ജയത്തിന്റെ ഘോഷം മുഴക്കുന്ന ഒരു രാത്രിയാകണം. അല്പസമയം ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? അല്പസമയം ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഇന്ന് പകൽ ഈ രാത്രിയിൽ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ചിലതിനെ ജയിക്കണം. ചില പരീക്ഷകൾ വരുമ്പോൾ ഞാൻ ജയിക്കും. പൈശാചിക തലങ്ങൾ ഇന്ന് പകൽ അകന്നു മാറണം, തോറ്റ് പിന്മാറണം. യേശു കർത്താവിന്റെ നാമത്തിൽ, യേശു കർത്താവിന്റെ നാമത്തിൽ പിന്മാറിപ്പോകട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ ആത്മ നിറവല്ലി രാത്രിയിൽ ആവശ്യമായിട്ടിരിക്കുന്നത് ആത്മശക്തിയാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യേശു അഭിഷേകം പകർന്നിടുക, അഭിഷേകം പകർന്നിടുക. നാമ അതെ ആദ്യം പാടിയ പാട്ട് തന്നെയുണ്ടല്ലോ, അഭിഷേകം പകർന്നിടുക. സാത്താന്യ ശക്തികളെ ജയിച്ചിടുവാനുള്ള കൃപ ആത്മാവിന്റെ ശക്തി ഈ രാത്രിയിൽ പ്രാപിക്കണം. ആത്മാവിന്റെ ബലം ഈ രാത്രിയിൽ പ്രാപിക്കണം. അഭിഷേകം ഈ രാത്രിയിൽ പ്രാപിക്കണം. ദൈവത്തിന്റെ കൃപ ഈ രാത്രിയിൽ പ്രാപിക്കണം. ഓ, എല്ലാ പോരുകളും അഴിയട്ടെ, എല്ലാ പൈശാചിക ബന്ധനങ്ങളും അഴിയട്ടെ. എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ചിലത് വിട്ടുപോട്ടെ, പൈശാചിക പോരുകൾ അഴിഞ്ഞു മാറട്ടെ. ആത്മാവിന്റെ ശക്തി പ്രാപിക്ക്. ഒരു നിറവിനപ്പുറത്തുള്ള ശക്തി Juda pala haja, juda pada, juda pala thina. Hamdara bala bala, juda bala handagala. Attara bala bala, hamdara bala bala. Juda bala hamdara vahira bala gadere. Juda bala shamdere humde. Juda bala santagere gade. Juda bala tika tagana vahira bala ba. Juda karam shamanam taganam tiganam tagade. Shakti patte, bala patte, adaraga chaligate, karaga thate. ദൈവത്തെ ബോധപ്പെടുത്തട്ടെ. ശക്തി പുറപ്പെടട്ടെ. ഇരുട്ടിന്റെ ശക്തികൾ മാറട്ടെ, ഇരുളുകൾ മാറട്ടെ. ദൈവ ശക്തി വ്യാപരിക്കട്ടെ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ.
ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ അഭിഷേകത്താൽ. ഓ ഞാൻ ഉണർന്നു ശോഭിക്കുവാൻ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാ. ക്ലേശം നിറയും മരുയാത്രയിൽ ഞാൻ അങ്ങ് സ്തുതിച്ചാർത്തിടുമ്പോൾ തുറന്നിടുക നീരുറവ, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. ക്ലേശം നിറയും മരുയാത്രയിൽ ഞാൻ അങ്ങ് സ്തുതിച്ചാർത്തിടുമ്പോൾ തുറന്നിടുക നീരുറവ, ഞാൻ എഴുന്നേറ്റു. ഓ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ? കുഞ്ഞാട്ടിന്നിടം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോയി. പാതാളമേ മരണമേ നിന്നോട് ജയമെവിടെ? കുഞ്ഞാട്ടിന്നിടം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോയി. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ശക്തരായ രാജാക്കളാം സിഹോനുമോകും വന്നാൽ ശങ്ക വേണ്ട, ഭീതി വേണ്ട, ശക്തൻ നിന്നായകൻ താൻ. ശക്തരായ രാജാക്കളാം സിഹോനുമോകും വന്നാൽ ശങ്ക വേണ്ട, ഭീതി വേണ്ട, ശക്തൻ നിന്നായകൻ താൻ. ജയത്തിൻ ഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ഓ ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ. ഓ
അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ 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 അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ, അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ, അന്ധകാര ജയിക്കും ഞാൻ ആ കൃപയാൽ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം അന്തരിക്കൂടാരത്തിൽ എന്നും പുതുഗീതം, 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 ജയത്തിൻ ഇങ്ങനെ സകല പരീക്ഷയും തികച്ച ശേഷം യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി. ഉപവാസത്തിന്റെ ഒരു റിസൾട്ട് ആയിരുന്നു. ആത്മശക്തിയിലേക്ക് മാറി. പിശാച് അടുക്കാതെ വണ്ണം ഒരു നിറവിലേക്ക് ദൈവം നടത്തി. പരീക്ഷകൻ അകന്നുപോയി, വിട്ടുമാറി, അകന്നുമാറി, ദൂരമാറി. ഇന്ന് പകൽ ശബ്ദം ഇവിടെ മുഴങ്ങുമ്പോൾ ദൂരെ മാറി പോകട്ടെ, വിട്ടുമാറേണ്ടത് വിട്ടുമാറട്ടെ, ശാരീരികമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ, പൈശാചിക ഭാര്യകൾ വിട്ടുമാറേണ്ടത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രക്തം ചെയ്യാം. കർത്താവിന്റെ നാമത്തിൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുക്രിസ്തുവിന്റെ നാമം ഇവിടെ ഉയർത്തുന്നു. ജയത്തിന്റെ ഘോഷം ഇവിടെ മുഴക്കുന്നു. ആത്മശക്തി ഏറ്റെടുക്കാം. ഉപവാസവും പ്രാർത്ഥനയും വൻകാര്യങ്ങളെ ദൈവത്തിങ്കൽ നിന്ന് പ്രാപിക്കുന്നതിന് ശാരീരിക, മാനസിക, ആത്മിക മേഖലയിൽ ദൈവപ്രവർത്തിക്ക് അത് കാരണമാക്കട്ടെ. വിശ്വസിച്ച് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ശക്തിയോടെ, ഹല്ലേലൂയ ശക്തിയോടെ, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.